വയനാട് വൈത്തിരി തേയിലക്കുന്ന് പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. പഞ്ചായത്ത് അംഗവും പ്രദേശവാസിയുമായ ജസ്നയുടെ വീട് കഴിഞ്ഞ ദിവസം കാട്ടാന തകർത്തു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 100-ലധികം കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. മിച്ചഭൂമിയായതിനാൽ പലരും താമസിക്കുന്നതാകട്ടെ ഷെഡുകളിലും. ഭാഗ്യം കൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ കാട്ടാന ആക്രമണത്തിൽ നിന്നും ജസ്ന രക്ഷപ്പെട്ടത്. ഇവരുടെ വീട് ഭാഗികമായി തകർന്നു. മേഖലയിൽ തമ്പടിച്ച കാട്ടാന മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്മാറിയത്. പ്രദേശത്ത് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നതെന്ന് ജസ്ന പറഞ്ഞു. ഇന്നലെ രാത്രി 7 മണി മുതൽ ഇവിടെ കാട്ടാന സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അപ്പം എല്ലാവരുടെയും ആവശ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ഫെൻസിങ് സ്ഥാപിക്കുക എന്നാണ്. കുറെ കാലമായിട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അടുത്ത 2 ദിവസം മുന്നേ വരെ ഇവിടെ പുലി ഇറങ്ങുകയും കാട്ടാന ഇപ്പോൾ 2-3 ദിവസമായി അടുപ്പിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഫോറസ്റ്റിൽ നിന്ന് ആൾക്കാർ വരും, അന്നേരം അവർ പായിപ്പിച്ച് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് പുറകെ വരുന്നൊരു അവസ്ഥയാണുള്ളത്. കാട്ടാന ശല്യത്തിന് പുറമെ പുലിയും മറ്റു വന്യമൃഗങ്ങളുടെയും സ്ഥിരം സഞ്ചാര കേന്ദ്രമാണ് ഈ പ്രദേശം. പകൽ പോലും ഭീതിയോടെയാണ് നാട്ടുകാർ പുറത്തിറങ്ങുന്നത്. അടച്ചുറപ്പുള്ള വീടുകളില്ലാത്തതിനാൽ എപ്പോഴും അപകട ഭീതിയോടെയാണ് വീട്ടുകാരും കഴിയുന്നത്. നിരവധി തവണ ഇക്കാര്യം അധികൃതരെ അറിയിച്ചെങ്കിലും മറുപടിയില്ല. ഒരാഴ്ചയായി മേഖലയിൽ തമ്പടിച്ച കാട്ടാന ഇതുവരെ കാടിറങ്ങിയിട്ടുമില്ല. നാട്ടിലിറങ്ങിയ കാട്ടാനയെ വനം വകുപ്പ് തുരത്തിയെങ്കിലും വീണ്ടും നാട്ടിലേക്ക് തന്നെ എത്തുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഇലക്ട്രിക് ഫെൻസിംഗ് പ്രദേശത്ത് നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്.